ഈ ചടങ്ങിൽ പൂർണ്ണത കൈവന്നത് ഭൂമികളിൽ അവിടെ നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രൂപ്പിന്റെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, അതുപോലെ തന്നെ ഇപ്പോൾ പരിചയപ്പെട്ട ശ്രീ രമേശ് ശ്രീധർ, അങ്ങനെ ഒരുപാട് സുഹൃത്ത്. അപ്പോൾ ഞാൻ സിറാജ് പാതിപ്പയാണ് എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നിയിരുന്നില്ല. പക്ഷേ നമ്മുടെയൊക്കെ കൂട്ടായ പ്രവർത്തനമാണ് കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പൊ നമുക്ക് തന്നെ ഒന്ന് കയ്യെടുത്ത് പ്രോത്സാഹിപ്പിച്ചാലോ? ഇനി ഒരുപാട് പേര് ഇവിടെ പാടാനൊക്കെ ഉണ്ട്. ഞാൻ പാട്ട് പോയി കേട്ട് ഒരുപാട് പാട്ട് കേട്ടു. ഇനിയും ഒരുപാട് പാട്ട് കേൾക്കാനുണ്ട്. അപ്പൊ എന്നോട് സിറാജുമായി പറയുന്നത് ഇതെല്ലാം കഴിയുന്ന ഒരുമിച്ച് ഓണപ്പാട്ട് പാടണം, ആഘോഷിക്കണം എന്നാണ്. ആത്യന്തികമായി തന്നെ നമ്മളൊക്കെ ഓണം ആഘോഷിക്കാൻ വന്ന ആൾക്കാരാണ്. എന്ത് പരാതികളും അല്ലെ ലോകചിന്തയ്ക്ക് കേരളം സംഭാവനയാണ്. തന്നിലെല്ലാം എല്ലാറ്റിലും തന്നെ കാണുകയും ചെയ്യാൻ കഴിഞ്ഞ ആ ദർശനം കേരളീയ അന്തരീക്ഷത്തിന്റെ മഹത്തായ ഘടകമാണ്. മതമേതായാലും നമ്മൾ വിവിധ മതക്കാരാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഉദ്ഘോഷിച്ച ശ്രീനാരായണ ഗുരുവിന്റെ മാനവികത നമ്മുടെ സംസ്കാരത്തിന്റെ തുടിപ്പാണ്. എഴുത്തച്ഛൻ മുതലോട്ടുള്ള എല്ലാ കവികളും മാനവ നന്മയ്ക്ക് വേണ്ടിയാണ് ചലിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രകൃതിയെ നമ്മൾ പരമാവധി ചൂഷണം ചെയ്യാതിരിക്കുക മാത്രമാണ് പറയാനുള്ളത്. ഉദ്ഘാടനത്തിന് മുമ്പായി തന്നെ പ്രകൃതി ഈ മുളങ്കാടിനോട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരും അല്ലേ? എത്ര മനോഹരമായിട്ട് എവിടെയാ മണ്ണിന്റെ വിരിമാറിലൊഴുകുന്ന പുഴകൾ, നുരയും കൃമികൾ പെരുകും മലിനജലം, ഉയരും ആസ്തികൾ പുതുപട്ടികകൾ. കരുതുക നിങ്ങൾ ഓർത്തിരിക്കുക നിങ്ങൾ ഓർത്തിരിക്കുക. ഗതകാല തലമുറകൾ പൈതൃകമായി ഏൽപ്പിച്ച തറവാടനമല്ല ഭൂമി. വരുമൊരു തലമുറയിൽ നിന്നും നമ്മൾ കടം വാങ്ങിയ തിരികെ ഏൽപ്പിക്കേണ്ടൊരു ഭൂമി. പരിസ്ഥിതിയെ പ്രാണനായി ചേർത്തുകൊണ്ട് ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ അറിയിക്കുന്നു. കവികളെ കവിതയെ മാനിച്ചുകൊണ്ടിരിക്കുന്ന തുറ്റന്റെ ഈ സ്നേഹ കൂട്ടായ്മ ഞാൻ നമസ്കരിക്കുന്നു. നമസ്കാരം.